ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെമിക്കോൺ അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 2023 മെയിൻ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലെ അലുമിനീസ് ആണ്. നമ്മൾ കുറച്ച് പേര് ചേർന്നാണ് എന്ത് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ മെയിൻലി അല്ല, നമ്മൾ ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. MCA എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫോക്കസ് ചെയ്യുന്ന MCA എൻട്രൻസ് മാത്രമാണ്. അപ്പൊ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും. ഇനി നമ്മുടെ റിസൾട്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2023 ആണ്. ആ ഇയറിലെ റിസൾട്ട്സ് ആണ് നമുക്ക്. ടോപ്പില് 2 റാങ്ക്സ് കിട്ടി. ടോപ്പ് 10ൽ 2 റാങ്ക്സും ടോപ്പ് 60ൽ 20 റാങ്ക്സും കിട്ടിയിരുന്നു. MCA എൻട്രൻസിൽ, LBS എൻട്രൻസിൽ ടോപ്പ് 10ൽ 2 റാങ്ക്സ്, ടോപ്പ് 60ൽ 20 റാങ്ക്സ് കിട്ടി. CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ 60 സ്റ്റുഡൻസിൽ 23ഓളം പേര് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു ആ ഇയർ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ നമുക്ക് ടോപ്പ് 10ൽ 6 റാങ്ക്സ് ഉണ്ടായിരുന്നു. 2, 3, 5, 8, 7, 9. ആദ്യത്തെ 10ൽ 6 റാങ്കോളം നമുക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ 50ൽ 27 റാങ്ക്സ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഹാഫിനെക്കാട്ടി കൂടുതലാണ്. 25 ആണ് ഹാഫിനെക്കാട്ടി കൂടുതൽ റാങ്ക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഇയർ ആണ്. അപ്പം നമ്മുടെ റിസൾട്ട്സിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. ഇനി അതിൽ തന്നെ പറയുന്ന കേസാണ്, നമുക്ക് റാങ്ക് മാത്രമല്ല, നമ്മൾ എല്ലാവരും ഈ LBS എൻട്രൻസ് കൊണ്ട് എയിം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആയിരിക്കും. ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് നമുക്ക് 3 ഗവൺമെന്റ് കോളേജും 2 എയ്ഡഡ് കോളേജുകളുമാണ് ഉള്ളത്. ആ കോളേജുകളിൽ നമുക്ക് 2023 47 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ. ഈ കഴിഞ്ഞ ഇയർ ഏകദേശം 78 അഡ്മിഷൻ. ഇത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട്, അതിനുള്ള റിസൾട്ട് ശേഷമുള്ള നമ്മൾ എടുത്തിട്ടില്ല. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ വരുന്ന റിസൾട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ 78 സ്റ്റുഡൻസ് എന്നുള്ള ടാലി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഉണ്ടാവും നമുക്ക് എന്തായാലും. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഈ നമ്മുടെ ഫോക്കസിലേക്ക് പോവാം. MCA എൻട്രൻസ് നമ്മൾ ലാസ്റ്റ് ഇയർ ഈ ഓറിയന്റേഷൻ വച്ച സമയത്ത് നമുക്ക് പ്രോസ്പെക്ടസോ നോട്ടിഫിക്കേഷനോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, റിലീസ്ഡ് ആയിട്ടില്ലായിരുന്നു. ഈ ഇയർ കുറച്ച് നേരത്തെ എന്ത് ചെയ്തു, അവർ റിലീസ് ചെയ്തു. റീസൺ വേറെ ഒന്നുമല്ല, ലാസ്റ്റ് ഇയർ അവർ എനിക്ക് തോന്നുന്നു ഒരു മെയ് ടൈമിലാണ് റിലീസ് ചെയ്തത്. അപ്പൊ കുറെ ഇഷ്യൂസ് വന്നു. ഫോം ഫില്ല് ചെയ്യുന്ന മീൻസ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിൽ അവര് റെക്ടിഫൈ ചെയ്യുന്നതിനൊക്കെ ഇഷ്യൂ വന്നുകൊണ്ടാണ് അവർ ഇത്രയും നേരത്തെ റിലീസ് ചെയ്തത്. അല്ലെങ്കിൽ നോർമലി ഒരു മെയ് സെക്കൻഡ് വീക്ക് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഇത്. അപ്പൊ നമ്മൾ ഓറിയന്റേഷൻ അതിന് മുമ്പേ ആയിരുന്നു വരുന്നത്. നിങ്ങൾ പ്രോസ്പെക്ടസ് കണ്ടു കാണും, സിലബസ് കണ്ടു കാണും. ഞാൻ ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആൾറെഡി അറിയായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ എന്താണ് ഈ ഒരു പ്രോസ്പെക്ടസ് ഇതൊന്നും റിലീസ്ഡ് അല്ലായിരുന്നു. നമ്മൾ പറയും ലാസ്റ്റ് ഇയറിന്റെ സിലബസ് ഇങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കറക്റ്റ് സിലബസ് ഉണ്ട്. ഓക്കെ, ആദ്യം LBS MCA എൻട്രൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇത്രയും യൂണിവേഴ്സിറ്റികളാണ്. APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, നമ്മൾ KTU, പിന്നെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇത്രയും യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കമ്പൽസറി ആണ്. എൻട്രൻസ് ഇല്ല എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്മിഷൻ കിട്ടില്ല. ഈ ഇത്രയും യൂണിവേഴ്സിറ്റികളിൽ ഏത് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം. ഇതല്ലാതെ വേറെ യൂണിവേഴ്സിറ്റി ക്യുസാറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് യൂണിവേഴ്സിറ്റി വേറെ ഉണ്ട് കേരളത്തിൽ. അതിന് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് ഉണ്ട്. അല്ലാതെ ഇത്രയും യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, LBS അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് എന്തിനാണ് MCA എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ BCA കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നോൺ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം. എന്തുകൊണ്ട് എല്ലാവരും MCA എടുക്കുന്നു എന്നുള്ളത്, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാവരും ഒരു PG എടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ പ്രൊഫഷണൽ PG ആണ് എന്ത് ചെയ്യുന്നത്, MCA വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾ ഇപ്പൊ BTech ഒക്കെ പ്രൊഫഷണൽ കോഴ്സ്, അതേപോലെ പ്രൊഫഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കോഴ്സാണ് എന്ത്, MCA. ഒരു BCA സ്റ്റുഡന്റിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹൈ പാക്കേജുകൾ നിങ്ങൾക്ക് കിട്ടാൻ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ കയറുകയാണെങ്കിൽ നല്ല സാലറി ഉള്ള പാക്കേജുകൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളിപ്പോൾ ആൾറെഡി ഒരു വേറെ ഏതെങ്കിലും ഡിഗ്രി, BCOമോ, കഴിഞ്ഞ വർഷം BCOമോ പഠിച്ചവരുണ്ടായിരുന്നു, BSc കെമിസ്ട്രി ഉണ്ടായിരുന്നു, നമ്മളോട് കോച്ചിങ് ഉണ്ടായിരുന്നവരാണ് ഞാൻ പറയുന്നത്. അതിൽ ഒരുപാട് സ്ട്രീമിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്കൊരു കരിയർ ചേഞ്ചിന്റെ ആവശ്യത്തിനാണ് അവർ എന്ത് ചെയ്ത് MCA എടുത്തത്, ജോബുകൾ കിട്ടാൻ. ബാക്കി സ്ട്രീമുകൾ കമ്പാരിറ്റീവ് കാട്ടിയും IT ഇൻഡസ്ട്രി ആകുമ്പോൾ ജോബുകൾ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഓക്കെ, ഇനി MCA ആർക്കൊക്കെ എഴുതാം ഈ എൻട്രൻസ്. സിംപിളി പറഞ്ഞ +2 മാത്സ്, പണ്ട് +2ലെങ്കിലും മാത്സ് വേണമെന്നൊരു കമ്പൽസറി ഇതുണ്ടായിരുന്നു. +2 മാത്സോ അല്ലെങ്കിൽ ഡിഗ്രിയിൽ മാത്സ് വേണമെന്നോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ +2ലോ ഡിഗ്രിയിലോ മാത്സ് പഠിച്ച ആർക്ക് വേണം എഴുതായിരുന്നു. ഈ കഴിഞ്ഞ വർഷം തൊട്ട് അതങ്ങ് എടുത്ത് മാറ്റിയത് എന്ന് വെച്ചാൽ ഏത് സ്ട്രീമിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ എൻട്രൻസ് എഴുതും. പറയുന്ന ക്ലിയർ ആണോ? അപ്പം BE, BTech, BSc, BCom, BA, ഏത് നിങ്ങൾ BA ഇംഗ്ലീഷ് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാം. മാത്സ് കമ്പൽസറി അല്ല. പക്ഷെ ചില യൂണിവേഴ്സിറ്റി, ഇപ്പം എന്താ നിംസെറ്റ് ഒക്കെ ആണെങ്കിൽ
കുറെ യൂണിവേഴ്സിറ്റികളിലൊക്കെ മാത്സ് കമ്പൽസറി ആണ്. മാത്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +2 അല്ലെങ്കിൽ ഡിഗ്രി മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എൻട്രൻസ് അവരെ എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ LBS നിങ്ങൾക്ക് കുറച്ചും കൂടെ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് തരാണ്. കുറെ സ്ട്രീമാർക്ക്, ഏത് സ്ട്രീമാർക്ക് വേണോ എന്ത് ചെയ്യാം അപ്ലൈ. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണോ എന്ത് ചെയ്യാം, ഏത് സ്ട്രീം ആയാലും അപ്ലൈ ചെയ്യാം. അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ഏത് കോളേജാണോ നിങ്ങൾ കയറുന്നത്, ആ കോളേജുകാരെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ബ്രിഡ്ജ് കോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അവർ തന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്തിക്കൊള്ളും. അത് നിങ്ങളിപ്പോൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കാത്ത ആളായാലും മാത്സ് പഠിക്കാത്ത ആളായാലും യൂണിവേഴ്സിറ്റി ലെവൽ എന്ത് ചെയ്തു, അവരൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തോളൂ. അത് നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സ്ട്രീം ആയാലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എഴുതാം, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ. ആപ്ലിക്കേഷന്റെ കേസുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആൾറെഡി എന്റെ വെബ്സൈറ്റുകളൊക്കെ കണ്ടു കാണും. ഇല്ലെങ്കിൽ നമുക്കുള്ള വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ചെയ്യാം. ജനറലിനും SCBCക്കും 1200, SC/ST-കാർക്ക് 600 ഫീസ്. എക്സാം സെന്റേഴ്സ് പറഞ്ഞത് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. ട്രിവാൻഡ്രത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോട്ടൺ ഹിൽ സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, അറിയാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ട്രിവാൻഡ്രത്ത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഈ എക്സാം നടത്തുന്നത്. നോർമലി എക്സാം വരുന്നത് ജൂൺ 2nd വീക്കാണ്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ജൂൺ 2nd വീക്ക് അല്ലെങ്കിൽ ജൂൺ ഹാഫ്, ആ റേഞ്ചിലാണ് നോർമലി എന്ത് ചെയ്യുന്നത്, എക്സാം വരുന്നത്. ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് പരമായിട്ടുള്ള ഇഷ്യൂ വന്നുകൊണ്ട് ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയി എവിടെ വരെ പോയി, ജൂലൈ വരെ പോയി. അത് നമുക്ക് അങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ജൂൺ 2nd വീക്ക് എന്നുള്ള രീതി തന്നെ പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ. കാരണം ജൂൺ 2nd വീക്കാണ് എല്ലാ വർഷവും നടത്തുന്നത്. പക്ഷെ ലാസ്റ്റ് ഇയർ ഒരു കുറച്ച് ഇഷ്യൂസ് വന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആപ്ലിക്കേഷൻസിന്റെ ഇഷ്യൂ ഉണ്ട്, അവരെ ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട്. 7th ജൂലൈ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ ഈ ഇയർ എന്തായാലും എന്തായിരിക്കും, 2nd വീക്ക് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്തവർ കാണും, ചെയ്യാത്തവർ കാണും, ഇനി ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറെ പേര് കാണും. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ, റിസർവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം മതി. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം മതി. എക്സ്റ്റേണൽ ആയിട്ട് വേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. ബാക്കി റിസർവേഷൻ ഉണ്ടെങ്കിൽ, റിസർവേഷൻ OBC, ST, SC എല്ലാ റിസർവേഷനും നിങ്ങൾക്ക് മിനിമം വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് കമ്മ്യൂണിറ്റി, OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇത്രയും സർട്ടിഫിക്കറ്റ് മിനിമം വേണം. അല്ലാതെ വേറെ കുറെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് മിനിമം എന്തായാലും എല്ലാവർക്കും റിസർവേഷൻ ഉള്ള ആൾക്ക് മിനിമം ഈ സർട്ടിഫിക്കറ്റ് വേണം. അത് നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും എക്സാം എഴുതുകയാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ നോട്ട് ചെയ്തോ, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിലായിരിക്കും, സ്റ്റേറ്റിൽ നിന്നായിരിക്കണം മേടിക്കണം. മീൻസ് വില്ലേജ് ഓഫീസറിൽ നിന്നായിരിക്കണം അത് മേടിക്കണം. അക്ഷയ പോയാൽ മതി, സിംപ്ലി അക്ഷയ പോയിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് ഇയർക്ക് ഒരുപാട് പേർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക, വെറുതെ അത് കളയരുത്. കാരണം റിസർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നത് റിസർവേഷൻ വെച്ചും കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, റിസർവേഷൻ വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിൽ മിസ്റ്റേക്കുകൾ വരരുത്. മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ വരുന്ന നോർമൽ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ഈ പറഞ്ഞ കാര്യം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലാതെ ചിലവരെന്ത് ചെയ്യും, നമ്മുടെ ഈ ഇതിന് ജോബ് ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കുന്ന ഇതുണ്ട്. ഇപ്പം ഏതെങ്കിലും ജോബിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ജോലികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലികളിൽ PSC ഒക്കെ ആണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്താൽ അതിൽ എഡ്യൂക്കേഷൻ പർപ്പസ് അല്ല പർപ്പസ് വരുന്നത്, പർപ്പസ് വേറെയാണ് വരുന്നത്, ജോബ് പർപ്പസ് ആണ് വരുന്നത്. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഇതിൽ അപ്ലോഡ് ചെയ്യരുത്, അവർ റിജക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലെയിമും നിങ്ങൾക്ക് എക്സാം എഴുതാതിരിക്കാൻ പ്രശ്നമൊന്നും കാണില്ല. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി ജനറൽ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സർട്ടിഫിക്കറ്റ് അല്ല. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡേറ്റ്, ഈ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് കഴിഞ്ഞു പോകരുത്. അതിൽ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് വരെ എന്ത് ചെയ്യണം, വാലിഡിറ്റി ഉള്ളത് കൊണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഇന്ത്യയുടെ ഡേറ്റ് വരെ വാലിഡിറ്റി ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ അത്ര റിസ്ക് എടുക്കണം. കുറച്ചുകൂടെ വാലിഡിറ്റി ഉള്ളത് ക്ലെയിം ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്ലോഡ് ചെയ്യുമ്പോൾ വാലിഡിറ്റി നോക്കണം, നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇനി വേണ്ട സർട്ടിഫിക്കറ്റ് 10+2 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ഇയർ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, ഹോൾ ടിക്കറ്റ് വേണ്ടി വരും. ഇനി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ അതിന്റെ കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റോ സർട്ടിഫിക്കറ്റ് ഓൾറെഡി ആണ്, അത് അപ്ലോഡ് ചെയ്യണം. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത് എല്ലാവർക്കും? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പം ലേസായിട്ട് കളയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുകൊണ്ട് നിർത്തി ഒരുപാട് ടൈം എടുത്ത് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇത് നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ട്, ഒരു മന്തോളം ടൈമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഇത് കിട്ടും എന്തായാലും. നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക, വയ്ക്കുക സർട്ടിഫിക്കറ്റ്. ഇനി നമുക്ക് എക്സാം വരാം. ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓറിയന്റേഷൻ നടന്നതിന് ശേഷമായിരിക്കും എന്ത് നമുക്ക് പ്രോസ്പെക്ടസ് റിലീസ് ആയത്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇയർ ഇങ്ങനെയായിരുന്നു എക്സാം, ഇങ്ങനെ വരാനാണ് ചാൻസ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ലാസ്റ്റ് ഇയർ അതേ
സിലബസ് ആണ്, 3 വർഷം ഒരേ സെയിം സിലബസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഈ ഈ സിലബസിലുള്ള 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിന് മുമ്പേ ഉള്ള എക്സാംസ് ഒക്കെ മൂന്നല്ല, സോറി, 2 ആണ്. ഇതിന് മുമ്പേ ഉള്ള എക്സാംസ് ഒക്കെ വേറെ പാറ്റേൺ ആണ്. അപ്പൊ അത് അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാം, ഈ സെയിം സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാം. അല്ല, കറക്റ്റ് പാറ്റേൺ വരെയാണെങ്കിൽ ലാസ്റ്റ് 2 ഇയേഴ്സിന്റെ പക്കയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ എക്സാം വരുന്നത് 120 മാർക്സിലാണ്. 120 മാർക്സിൽ ഇതിൽ അഡ്വാൻറ്റേജ് ഇവിടെ എന്തില്ല, നെഗറ്റീവ് ഇല്ല. 120 മാർക്കിനാണ് എക്സാം. OMR ബേസ്ഡ് എക്സാം ആണ്. OMR നിങ്ങൾ PSC ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയായിരിക്കും. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല. കുറേ പേരെ തന്നെ ചോദിച്ചു, നമ്മൾ OMR ബേസ്ഡ് ആണ്. നിങ്ങൾ പേന വെച്ച് കറപ്പിക്കൂലേ, ആ പരിപാടിയാണ് ഉള്ളത്. അല്ലാതെ നിങ്ങൾക്ക് സിസ്റ്റം ഇല്ല. അപ്പോൾ കുറച്ച് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം ഞാൻ. ഇതിൽ 120 മാർക്കാണ് നമ്മുടെ ഫുൾ എക്സാം. അതിൽ 50 മാർക്ക് കമ്പ്യൂട്ടറിനാണ്. 50 മാർക്ക് കമ്പ്യൂട്ടറിനും 50 മാർക്ക് എന്താണ്? 50 മാർക്ക് എന്തിനാണ്? കമ്പ്യൂട്ടറിനാണ്. 50 മാർക്ക് എന്തിനാണ്? കമ്പ്യൂട്ടറിനാണ്. പിന്നെയുള്ള 50 മാർക്കിൽ 25 മാർക്ക് മാത്സിലും 25 മാർക്ക് QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുമാണ്. ഇതിൽ മാത്സ് നിങ്ങൾക്ക് +2 ലെവൽ ടോപ്പിക്സ് ആണ് വരുന്നത്. +2 നോർമലി കുറെ എൻട്രൻസുകളിലൊക്കെ ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് +2. നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ NCERTയുടെ +2ന്റെ ടെക്സ്റ്റ് ആണ് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറെ പേര് ചോദിക്കാറുണ്ട് എടുത്ത് റെഫറൻസ് ടെക്സ്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ +2ന്റെ NCERT ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. QA നമുക്ക് PSC SSC ലെവൽ അത്രയും ടഫ്നെസ് ചോദിക്കില്ലെങ്കിലും PSC SSC ലെവൽ QA ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതുവരെ ചോദിച്ചു എന്ന് കണ്ടിട്ടുള്ളൂ. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു 15 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അത് നമ്മുടെ ജംബിൾഡ് കോംപ്രിഹെൻഷൻ, ജംബിൾഡ് സെന്റൻസ്, കുറെ ടോപ്പിക്സുകൾ, ആന്റോണിംസ്, സിനോണിംസ്, ഇതൊക്കെയാണ് ഇതിൽ ഇംഗ്ലീഷ് വരും. കറണ്ട് അഫയേഴ്സ് ഒരു 5 മാർക്കിനേ ഉള്ളൂ. ലാസ്റ്റ് ഒരു 6 മാസം നടന്ന കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇതിന്റെ കൂടെ ജനറൽ GK ചോദിക്കാറുണ്ട്. ഓക്കെ. ഇനി കമ്പ്യൂട്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ 50 മാർക്ക് കമ്പ്യൂട്ടറിനാണ്. കമ്പ്യൂട്ടർ ഭയങ്കര ടഫ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പം കമ്പ്യൂട്ടർ BC പഠിച്ച ഒരാളാണെങ്കിൽ കാണുമ്പോൾ ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ബേസിക് ആയിട്ട് ഇത് SEM 1 SEM 2 പഠിച്ച കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വളരെ ബേസിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. മാത്സ് +2 പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യുള്ളത്. കാരണം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ CS സിലബസ്. ഓക്കെ. ഹലോ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടോ? ഇല്ലല്ലോ, ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. മൊത്തം സിലബസ് പറഞ്ഞത് ഒന്നും കൂടി പറയുന്നു. നമുക്ക് ടോട്ടൽ 120 മാർക്സിനാണ് എക്സാം ഉള്ളത്. അതിൽ 50 മാർക്കാണ് കമ്പ്യൂട്ടർ. ബാക്കി 25 മാർക്കിന് മാത്സ്, സ്റ്റാറ്റ്, അത് +2 ലെവൽ ടോപ്പിക്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആക്റ്റീവ് ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂഷ്വലി എക്സ്പെക്ട് ചെയ്യാനുള്ള PSC SSC ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു 15 മാർക്കിന് ഇംഗ്ലീഷ് കാണും. അത് നോർമലി ആന്റോണിംസ്, സിനോണിംസ്, ജംബിൾഡ് പാരഗ്രാഫ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജനറൽ നോളജ് ലാസ്റ്റ് 6 മന്ത്സ് കറണ്ട് അഫയേഴ്സ് ആണ് നോർമലി ചോദിക്കാറുള്ളത്. പിന്നെ ജനറൽ GK ചോദിക്കാറ്. ഇനി ഓരോ സിലബസ് ആയിട്ട് ഞാൻ എടുത്ത് പറയാം. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ സിലബസ് ഇട്ടായിരിക്കുന്നത്. വളരെ ബേസിക്സ് ആണ്. ഈ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൊച്ചിലെ ഇപ്പം നോർമലി കമ്പ്യൂട്ടർ പഠിക്കാത്തവർ 10ാം ക്ലാസ് വരെ കമ്പ്യൂട്ടർ പഠിച്ചതാണ്. അതിലുള്ള സാധനങ്ങളൊക്കെയാണ് നോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ബാക്കപ്പ് ഡിവൈസ്, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരാറുള്ളത്. ഇത് ഡിഗ്രി ടോപ്പിക്കാണ്. ഡിഗ്രി ടോപ്പിക് എന്ന് ഞാൻ പറയില്ല, കാരണം എന്താണെങ്കിൽ +2നും പഠിക്കാനുണ്ട്. +2 പഠിച്ചവർക്ക് അറിയാം, +1 +2 ഈ ടോപ്പിക്സുകളുണ്ട്. അപ്പം കമ്പ്യൂട്ടർ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ബാക്കി മാത്സിനെയും QA കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്, കമ്പ്യൂട്ടറിൽ വരുന്നത്. വേറെ റീസൺ, എനിക്ക് തോന്നിയ റീസൺ എന്ന് പറയുന്നത് MC എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ടഫാക്കി കഴിഞ്ഞാൽ ബാക്കി സ്ട്രീമുകാർക്ക് പാടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അങ്ങനെ ടഫ് ആക്കാറില്ല. നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഇത്രയും ടോപ്പിക്കുകൾ, ഞാൻ ടോപ്പിക്കുകളിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇത്രയും ടോപ്പിക്കുകളാണ് നോർമലി എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകളല്ല നമ്മുടെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ കണ്ട ഇത് ഫണ്ടമെന്റൽസ് ആണ്. ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്ന് പറയും, ആർക്കിടെക്ചർ എന്ന് പറയും, പിന്നെ നമുക്ക് ഡേറ്റാബേസ് ഫണ്ടമെന്റൽസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നോർമലി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല.
നോൺ സി എസ് കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. സി എസ് കാർക്ക് ഇത് കണ്ടാലേ അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ 50 മാർക്ക് നിങ്ങൾക്ക് വലിയ പാടില്ലാതെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി മാത്സിന്റെ കേസ്, മാത്സും ക്യൂ ആണ് നോർമലി കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് പാടായിട്ട് പിള്ളേർ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ബാക്കി എൻട്രൻസുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തില്ല, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന എല്ലാവരെയും തലവേദന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ട്രിഗ്നോമെട്രി ഉണ്ട്, അതും ഒരുപാട് പാടായിട്ട് ഉള്ള സാധനങ്ങളൊന്നും ഇല്ലെന്നാണ് ഫാക്കൽറ്റീസ് പറയുന്നത്. ഇത് അത്രയും പാടുള്ള അല്ല, പക്ഷെ ഉണ്ട്. പിന്നെ കോർഡിനേറ്റ് ജിയോമെട്രി, നിങ്ങളുടെ എക്സ് വൈ ആക്സ് വെച്ച് പോയിന്റുകൾ, അതിന്റെ മിഡ് പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 2 പോയിന്റുകളിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. പിന്നെ ആൾജിബ്ര ഉണ്ട്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഉണ്ട്, സ്റ്റാറ്റിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ ഏരിയാസ് ഒക്കെ വരുന്ന ഒരു പോർഷൻ ഉണ്ട്, മെൻസ്ട്രേഷൻ എന്ന് പറയും. ഇങ്ങനെ ബാക്കി മാത്സ് സിലബസുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സിലബസ് സിമ്പിൾ ആണ്. +2 ലെവൽ ടോപ്പിക്സ് ആണ്. അതിലും നമുക്ക് പാടായിട്ടുള്ള ഇന്റഗ്രേഷൻ, ഡിഫറൻസ് പണ്ടുണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തു, മൂവ് ചെയ്ത് കളാം. നിങ്ങൾ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറി മാത്സ് ആയിരിക്കും. കാരണം മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. കമ്പാരിറ്റീവ്ലി സി എസിനെ കമ്പയർ ബാക്കി എൻട്രൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ല ഞാൻ പറഞ്ഞു, സി എസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെവൽ കൂട്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ക്യു എയും കുറച്ച് കമ്പാരിറ്റീവ് PSC SC. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ PSC SC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് QA വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇങ്ങനെ ഹൗ ക്വിക്ലി, എങ്ങനെ നിങ്ങളെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ചെക്ക് ചെയ്യാനാണെന്ന് മാത്രമേ പറയുള്ളൂ. ഇംഗ്ലീഷിൽ ഇത്രയും ടോപ്പിക്കുകൾ വരും എന്ന് പറഞ്ഞാൽ ഇതിനും പുറത്ത് വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. സെന്റൻസ് കറക്ഷൻ, വേർഡ് ആൻഡ് ഫ്രേസസ്, ജംബിൾഡ് പാരഗ്രാഫ്സ്, സിനോണിംസ്, ആന്റോണിംസ്, കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. ഇതില് CS ഞാൻ പറഞ്ഞു ആൾറെഡി 50 മാർക്കാണ്, മാത്സ് 25 മാർക്ക്, QA 25 മാർക്ക്, ഇംഗ്ലീഷ് 15, ജനറൽ നോളജ് 5 മാർക്ക്. ഇനി നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ വരുന്ന ഈ എല്ലാ ടോപ്പിക്കുകളും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന് വരെ ക്ലാസ് 5 മാർക്ക് ആണെങ്കിൽ അത് വാല്യുബിൾ ആണ്, റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന മാർക്കാണ്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതിനുൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്. പക്ഷെ അത് നമുക്കറിയില്ല, 6 മാസത്തെ QA നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടി വരും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് പഠിച്ചു പോവാം, എല്ലാവർക്കും കൂടെ ബേസ്ഡ് ആണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു നോൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആയാലും നിങ്ങൾക്ക് ഇതിൽ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ല. കാരണം ബേസിക് തൊട്ടാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റി ഞാനാണ്. അപ്പൊ ഞാൻ എടുക്കുന്നത് വളരെ ബേസിക് ആയിട്ടെന്ന് വെച്ചാൽ +2 ലെവലിൽ ഇപ്പൊ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്ന ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം ചെയ്തിരിക്കും. ബേസിക്സ് തൊട്ട് എന്ത് ചെയ്ത് കവർ ചെയ്ത് പോകും. ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് മാത്സ് അറിയാം, കമ്പ്യൂട്ടർ അറിയാം എന്നുള്ള അസംഷൻ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, മാർക്കിംഗ് സ്കീമുകൾ പറയാണ്. ജസ്റ്റ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നോ മാർക്സ് വിൽ ബി ഡയറക്റ്റഡ് ഫോർ ഇൻകറക്റ്റ് റെസ്പോൺസ്, 0 മാർക്ക് ഫോർ ദ ക്വസ്റ്റ്യൻ നോട്ട് ആൻസർ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾക്ക് അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലക്കിനെ ട്രസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ഔട്ട് ചെയ്യാം. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭാഗ്യം പോലെ ഇരിക്കും. ഇനി 2 പേർക്ക് ഒരേ മാർക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 120 മാർക്കിൽ 80 മാർക്ക്, വേറൊരാൾക്ക് 80 മാർക്ക് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആൾക്കായിരിക്കും റാങ്ക് ടോപ്പ്. അയാള് 4ഉം ഞാൻ 5. കമ്പ്യൂട്ടർ സയൻസ് മാർക്ക് കൂടിയ ആള് 4ഉം, മാർക്ക് കുറഞ്ഞ ആൾ 5 ആയിരിക്കും. ഇനി അതും സെയിം ആണ്, കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്കും സെയിം ആണെങ്കിൽ മാത്സിന് സ്റ്റാറ്റ്, അതും സെയിം ആണെങ്കിൽ QA, അതും സെയിം ആണെങ്കിൽ ഇംഗ്ലീഷ്, അതും സെയിം ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കും. നിങ്ങൾ തൽക്കാലം ബോധറിയുന്ന കാര്യമല്ല, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി അപ്പൊ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ സിലബസ്? എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമല്ലോ? ബാക്കി പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യാം, അത് ജസ്റ്റ് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താണ് ക്ലിയർ ചെയ്തത്. ഇനി നിങ്ങളിപ്പോൾ ഈ എൻട്രൻസ് എഴുതും, നിങ്ങൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 റീസൺ ഞാൻ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ആണ്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നത്, ബാക്കി ഏത് കോളേജിനെ കമ്പയർ ചെയ്യുമ്പോഴും ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലാണ് പ്ലേസ്മെന്റ്സ്. 2, ഫീസ് ഭയങ്കര കുറവായിരിക്കും കമ്പയർ ടു സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ ഫീസ് ഡിഫറൻസ് ഇത് ഓരോ സെമ്മിന്റെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ബോധർ ചെയ്യണ്ട. ടോട്ടൽ 4 സെമ്മ് കഴിയുമ്പോൾ നിങ്ങൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണെങ്കിൽ 35,000, ചില ആൾക്കാർ നോർമലി പറയുകയാണെങ്കിൽ 35,000 ആണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അത് 1,17,000 അപ്രോക്സിമേറ്റ് ആണ്. ഇത് കറക്റ്റ് ഞാൻ ടാബ്ലേറ്റ് ചെയ്തെടുത്തത് ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആണ്. ഇത്രയും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് ഫീ ആയ ഒരു പ്രശ്നമല്ല എന്നെങ്കിൽ ഇത് പ്രശ്നം വരുന്ന ഒരു കാര്യമാണ് പ്ലേസ്മെന്റ്. എല്ലാവരും എന്തിനായിരിക്കും, ജോലി കിട്ടാനാണ് പഠിക്കുന്നത്. അപ്പം ജോലി കിട്ടാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഒരു കോളേജിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള കോളേജുകൾ എന്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് CET, TKM എയ്ഡഡ് ആണ്, RIT, GEC ഇങ്ങനത്തെ കോളേജുകൾ ഗവൺമെന്റ് എയ്ഡഡ്. കമ്പനീസ് ഫസ്റ്റ് അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത് പ്ലേസ്മെന്റിന് വേണ്ടി. കാരണം ടോപ്പ് സ്റ്റുഡൻസ് എപ്പോഴും അവിടെ ആയിരിക്കും പഠിക്കും. ഒരു കമ്പനി എപ്പോഴും ടോപ്പ് സ്റ്റുഡൻസിനെ എയിം ചെയ്യുള്ളൂ. മെജോറിറ്റി ഓഫ് ദ കമ്പനീസ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്,
അത് മാത്രമല്ല അവിടുത്തെ പ്രോഗ്രാംസ് ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും. കോമ്പറ്റേറ്റീവ് കോളേജുകളിൽ നടക്കുന്ന പ്രോഗ്രാംസ് സിറ്റിയിലൊക്കെ വളരെ ഗ്രാൻഡ് പ്രോഗ്രാംസ് ആണ് നല്ലത്. നിങ്ങൾ ആലോചിച്ചോ, കീം എന്ന് പറയുന്ന എൻട്രൻസ് വഴി 1 വർഷം 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ കഷ്ടപ്പെട്ടാണ് ഇത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് കയറും. നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് കയറി കഴിഞ്ഞാൽ ആ ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ഇനി ജസ്റ്റ് റാങ്ക് ലിസ്റ്റുകൾ കാണിക്കുകയാണ്. ഓരോ വർഷത്തെ റാങ്ക് ലിസ്റ്റ് അവിടെ ഓരോ ഞാൻ ഈ പറഞ്ഞ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ഏതൊക്കെയാണ് സിഇടി, ഞാൻ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ഏതൊക്കെയാണ് ജസ്റ്റ് കാണിച്ചു തരാം. ഗവൺമെന്റ് കോളേജുകൾ സിഇടി, ഇതാണ് സിഇടി. കോഡ് ടി ആണ്. സിഇടി എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അതാണ് സിഇടി എന്ന് പറയുന്നത്. സിഇടി, പിന്നെ ജിഇസി ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ, RIT കോട്ടയത്തുള്ള RIT, ഈ 3 ഗവൺമെന്റ് എയ്ഡഡ് കോളേജ്. അത് മാത്രമല്ല നിങ്ങൾക്ക് 2 എയ്ഡഡ് കോളേജുകളുടെ ഓപ്ഷനും ഉണ്ട്. TKM, മാറാത്തനീഷ്യസ് കോളേജും ഉണ്ട്. 2 നല്ല കോളേജാണ്. ഇത്രയും സീറ്റാണ് നിങ്ങൾക്കുള്ള 60, 180. അതിൻ്റെ കൂടെ ഈ രണ്ട് സീറ്റുകളും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ഗവൺമെന്റ്. ബാക്കി പ്രൈവറ്റ് കോളേജുകളുണ്ട്. നമ്മൾ എൻട്രൻസ് എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് കോളേജിൽ കയറാൻ നോക്കുക. അപ്പൊ ഈ കോളേജിൽ എയിം ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഈ കോളേജാണ് 5 കോളേജ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 5 കോളേജിലുള്ള ഓരോ വർഷത്തെയും ലാസ്റ്റ് റാങ്ക് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. സിഇടി ജനറൽ ആണ്. OBC SC ST ഒന്നും എടുത്തിട്ടില്ല. സിഇടിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 2022 നിങ്ങൾക്ക് 58 റാങ്ക് ഉണ്ടായിരിക്കണം. 58 ആളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് അഡ്മിഷൻ കിട്ടും. TKMലാണെങ്കിൽ 196, GEC 92, RIT 260, MA 0. ഞാൻ റാങ്ക് ആണ് പറയുന്നത്, റാങ്ക് ഇവിടെ കിടപ്പുണ്ട്. ഈ റാങ്കിൽ നിങ്ങൾക്ക് 58ാമത്തെ റാങ്കിനകത്ത് ഉണ്ടെങ്കിൽ ജനറൽ ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് കിട്ടും, സീറ്റ്. ജനറൽ പറയുന്നത് റിസർവേഷൻസ് ഒന്നും പറയുന്നില്ല. അത് 2023 ആകുമ്പോൾ സിറ്റിയിൽ അത് 49 ചുരുങ്ങി. ആദ്യത്തെ 49 നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, സിറ്റിയിൽ അഡ്മിഷൻ. ബാക്കി കോളേജുകളുടെയും കിടപ്പുണ്ട്. ഇനി അത് 2024 ആണെങ്കിൽ അത് പിന്നെയും കുറഞ്ഞ് 37. ഓരോ കോളേജ് അനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സീറ്റ് എന്ന് പറഞ്ഞ കോളേജ് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ 37ാമത്തെ റാങ്കുള്ള ആൾക്ക് വരെ അവിടെ എന്തിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടും. ജനറലിന്റെ ആരാണ് ഞാൻ പറയുന്നത്. 37ാമത്തെ റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്. ആദ്യം എന്തായിരുന്നു 58, പിന്നെ അത് 49 പിന്നെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, എന്തായാലും വർക്ക് ചെയ്താൽ കിട്ടും. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് എന്ത് ചെയ്യില്ല, ഇതിനുവേണ്ടി പഠിക്കാനോ അല്ലെങ്കിൽ എഫേർട്ട് ഇടാനോ നിൽക്കില്ല. പോയി എഴുതും, ജസ്റ്റ് എന്ത് ചെയ്യുക, ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ കയറാം. നിങ്ങളൊന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് കിട്ടും. ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവിടെ ആ ടോപ്പ് 10ലുള്ള സ്റ്റുഡൻസിന്റെ പേരുകളാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിരിക്കും. 2022, 23, 24 അവിടെയൊക്കെ നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടിയാൽ ഇവിടെ കിട്ടും. ഇത് തന്നെ ആവണമെന്നില്ല, ഇത് ചേഞ്ച് ആവാം. ഒരു വർഷത്തെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന പോലെ. ജസ്റ്റ് സീറ്റിലെ കോമ്പറ്റീഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് വെച്ചേക്കുന്നുണ്ട്. ആദ്യത്തെ 3 റാങ്കുകൾ സീറ്റിനാണ് എന്ത് ചെയ്തത്, അഡ്മിഷൻ എടുത്തു. അത് നോക്കി. ജനറൽ, ഇത് എല്ലാം ജനറൽ ആണ്, ജനറൽ സീറ്റുകളാണ്. ജനറൽ സീറ്റ് ഉണ്ടാവും 1, 3, 6, 7, 11, 30. അപ്പം ടൈറ്റ് ആണ്. ആദ്യത്തെ ടോപ്പ് 30ലുള്ള എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, 2023 സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 24 ഏകദേശം കണ്ട. അപ്പം ടോപ്പ് റാങ്ക് ഉള്ളവരെല്ലാം എവിടെ പോയിട്ടുണ്ട്, സീറ്റിൽ പോകണം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. സീറ്റിൽ പോകണം, വേറെ കോളേജിൽ പോകണം. ഗവൺമെന്റ് കോളേജ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. അത് ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ലൊക്കേഷൻ, കൺവീനിയൻസ്, പ്ലേസ്മെന്റ്സ് ഒക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. ഇനി നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ക്ലാസ് ആണ്. ഇനി ഒരു 21 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഡെയിലി ക്ലാസ് കാണും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടെസ്റ്റുകളാണ്. ക്ലാസ് കാട്ടി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെസ്റ്റാണ്. നമുക്കൊരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാം, നിങ്ങൾ PSC ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, കോച്ചിങ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ഇടയിലാവും. ക്ലാസ്സുകൾ മാത്രം കൊണ്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും എന്താണ്, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ടെസ്റ്റുകളാണ്. മോക്ക് എൻട്രൻസ് ടെസ്റ്റ്, നമുക്കൊരു ടെസ്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ടോപ്പിക് ടെസ്റ്റ്, ഇങ്ങനത്തെ ടെസ്റ്റുകൾ നമ്മൾ ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റുകൾ. നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ക്വസ്റ്റ്യൻസ്. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും, ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണും. 3 ഇയറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പിന്നെ എന്താണ്, ക്ലാസ്സുകൾ ലൈവ്, അതുപോലെ അതിന്റെ റെക്കോർഡ്. ഇപ്പൊ നിങ്ങൾ മിസ്സായി, ക്ലാസ് കാണാൻ പറ്റിയില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡർ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. ഇതിനു വേണ്ടി നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ ഡ്രൈവ് വഴിയല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. റിയൽ ടൈം ഒരു ടെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാനാണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്കുകൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള എക്സാംസ് നടത്താം. ടൈം ഇമ്പോർട്ടൻ്റ് അല്ലേ, 120 മാർക്ക്, 120 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് 120 മാർക്കുള്ള ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യും, എക്സാം നടത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആപ്പിന്റെ കാര്യം പറയുന്നത്. ആപ്പ് നമുക്ക് ടൈം ബൗണ്ടഡ് ആയിട്ട് എക്സാംസ് നടത്താൻ പറ്റും. അതാണ് നമ്മുടെ മോഡൽ. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, സെക്ഷൻസ് ചൂസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം ബൗണ്ടഡ് ആയിട്ട് എക്സാംസ് നടത്താം. അങ്ങനെ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ, എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സാം പഠിച്ചാൽ മാത്രം പോരാ, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, നമുക്ക് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ക്ലാസ്സുകളുടെ റെക്കോർഡ് എല്ലാം എവിടെയായിരിക്കും, ഈ മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമ്മുടെ ക്ലാസിന്റെയും ഫീസിന്റെ ഡീറ്റെയിൽ ആണ്. നമുക്ക് ഫീസ് വരുന്നത് 2000
199 ആണ് ഫീസാണ്. ഫീസ് വരും. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21-ാം തീയതിയാണ്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്സുകളെല്ലാം. റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം എഡ്യൂഫ്ലൈ എന്ന് പറഞ്ഞ ആപ്പാണ്. ടെസ്റ്റും എഡ്യൂഫ്ലൈ എന്ന് പറയുന്ന ആപ്പാണ്. നമുക്ക് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ എവിടെ കോച്ചിങ് അന്വേഷിച്ചാണ് മിനിമം 5,000 ആയിരിക്കും. എവിടെയായാലും നിങ്ങൾക്ക് കോച്ചിങ് ജനറൽ ആയിട്ടാണ് എല്ലാവരും കോച്ചിങ് കൊടുക്കുന്നത് നോർമൽ. അതിൽ ഏത് കോച്ചിങ് കൊടുത്താലും നിങ്ങൾക്ക് ഫീസ് മിനിമം 5,000 ആയിരിക്കും. അത് നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ കോസ്റ്റ് അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു 2,200 എന്ന് പറയുന്ന ഫീസ് നമ്മുടെ ഒരു കോസ്റ്റിംഗ് എൻക്വയറി ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു ഫീസ് റെഡിയാക്കി. ഇനി നിങ്ങൾ ടാലന്റഡ് ആണ്, നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ കഴിവുണ്ട്, ഈ ടാലന്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നമ്മൾ KTMC കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. കുറെ പേര് KTMC കമ്മ്യൂണിറ്റി വഴിയാണ് ഇവിടെ വന്നത്. KTMC കമ്മ്യൂണിറ്റി കൊളാബറേറ്റ് ചെയ്ത് ഒരു മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. ഈ എൻട്രൻസിന് അതേ പാറ്റേണിൽ ഒരു മോക്ക് ടെസ്റ്റ് നടത്തും. അതിന് ഡേറ്റ് 30-ാം തീയതിയാണ്. അത് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഈ ടൈം എക്സാം എന്നല്ല, ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ഇതിൽ കയറില്ല മെജോറിറ്റി. കാരണം അവർക്ക് എക്സാം നടക്കാം 28-ാം തീയതി വരെ എക്സാം നടക്കുക. കേരള യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് നടക്കുകയാണ് 28-ാം തീയതി വരെ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യും ഈ ഡേറ്റ് 30-ാം തീയതി, ആദ്യത്തെ ഡേറ്റ് വേറെ ആയിരുന്നു, നമ്മൾ 30-ാം തീയതിയിലേക്ക് മാറ്റി. ഈ ടെസ്റ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് ഇതിൽ നിങ്ങൾ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ കോച്ചിങ് നമ്മൾ തരും. ടോപ്പേഴ്സിന് എന്തായിട്ട് ഫ്രീ കോച്ചിങ് ഈ 2,200 നിങ്ങൾ പേ ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ് കോച്ചിങ് എന്ത് ചെയ്യാം കോച്ചിങ് എടുക്കും. അപ്പൊ ഇതിന്റെ ഡേറ്റ് നോട്ട് ചെയ്യുക. 30-ാം തീയതിയാണ്. നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ് താല്പര്യമുണ്ട്, നമ്മളെ റിസൾട്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ കോച്ചിങ് താല്പര്യമുണ്ട്, ഡെഡിക്കേറ്റഡ് കോച്ചിങ് ആയിരിക്കും. നമുക്ക് ലൈവ് റെക്കോർഡ് സെഷൻസ് ആണ്, ടെസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ റിസൾട്ട്സ് ആണ്. നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് കോച്ചിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ക്ലാസ് തുടങ്ങുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ്, മൺഡേ ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത്. ഡെയിലി ക്ലാസ് കാണും, 1-ഓ 2-ഓ ക്ലാസ് എന്തായാലും കാണും. ഒരു ക്ലാസ് മിനിമം കാണും. അതേപോലെ ഡെയിലി 1 or 2 ക്ലാസ് കാണും. എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും മുഴുവൻ സിലബസ് കവർ ചെയ്യുന്നതാണ്. അങ്ങോട്ട് പോകുമ്പോൾ 2 ക്ലാസ്സിൽ കൂടുതൽ കാണുമായിരിക്കും. പക്ഷേ ഇനിഷ്യലി നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടും, പിന്നെ അത് കൂടി കൊടുക്കും.